നല്ലൊരു മീൻ മുളകിട്ട കറിയുടെ റെസിപ്പി കണ്ടാലോ? നമുക്കിത് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ പത്തിരിയുടെയോ പുട്ടിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതുപോലെ ഈ കറി നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്നേക്ക് എടുക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് പിറ്റേന്ന് രാവിലെ നല്ല ചൂട് അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ കറി ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോംബോ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചേർത്തൊന്ന് നന്നായി വഴറ്റി അതിലേക്ക് മീഡിയം സൈസ് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വരണം കേട്ടോ. വെന്തുടഞ്ഞ് വന്നാൽ മാത്രമേ പൊടികൾ ചേർക്കാവൂ. അപ്പോൾ പൊടികളായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾ പൊടി. ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി പൊടികളുടെ പച്ചക്കുത്ത് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി, അതായത് ഞാൻ കഞ്ഞി വെള്ളത്തിലാണ് പുളി കുതിർത്ത് വെച്ചിരിക്കുന്നത്. ആ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് അതിലേക്ക് പിന്നെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കുക. പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ കഞ്ഞി വെള്ളത്തിൽ പുളി കുതിർത്ത് വെച്ചിരിക്കുന്നത് കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ തിള വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനിടുക. ഞാനിവിടെ മാന്തൾ മീനാണ് എടുത്തിരിക്കുന്നത്. അതും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാകും. കാരണം മാന്തൾ മീനായതുകൊണ്ട് തന്നെ കുറേ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മീൻ വെന്തുടഞ്ഞു പോകും. പിന്നെ ഒന്ന് ചട്ടി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. സ്പൂണിട്ട് പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ വെന്തുടഞ്ഞു പോകും. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ്.